ശോ, ഇത് ഇതുവരെ അടുക്കിയിട്ടില്ല. രാവിലെ നനച്ചിട്ടതാ. എന്ത് ചെയ്യാൻ, ഒരു കൈസഹായത്തിന് ഒരു മനുഷ്യരില്ല. ഒരുത്തിന് 25 ഉണ്ട്, ഒരുത്തിന് 19 ഉണ്ട്. സഹായിക്കാൻ ഒരു മനുഷ്യരില്ല. ദേഷ്യം വരുന്ന എനിക്ക്. ജോലി ചെയ്ത് മടുത്ത്. അന്നന്നും പാറ്റിയ അപ്പാറ്റി ടു 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 അപ്പാറ്റി ടു അപ്പാറ്റി ടു 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 അപ്പാറ്റിയേ. അമ്മ ഈ 2025 ഇപ്പം ചേട്ടന്റെ കല്യാണം നടക്കുന്നു പറഞ്ഞിട്ട് എന്താ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. 2025 2027 ചേട്ടന്റെ കല്യാണം നടക്കുന്നു പറഞ്ഞിട്ടൊന്നും ആയിട്ടില്ല. ഇപ്പൊ തന്നെ 2 വർഷം കൂടെ ഉള്ളു ഇനി. അപ്പൊ ആ സമയം നോക്കിയിട്ട് അമ്മ ഇന്ന് കല്യാണം നടത്തത്തുള്ളൂ. അവന് 25 വയസ്സ്, നിനക്ക് 19 വയസ്സും. ഇത്രയല്ലേ ആയിട്ടുള്ളൂ. എന്നാലും ചേട്ടന്റെ കൂടെ പഠിച്ചവർ ആ ഹരിശങ്കറും ആ അമൽകൃഷ്ണനൊക്കെ അവരൊക്കെ കല്യാണം കഴിച്ച് കൊച്ചുങ്ങളും ഒക്കെ ആയി. അത് ഞാൻ 27ാമത്തെ വയസ്സാകുമ്പോൾ നടത്തിക്കോളാം. 2030 31 ആവുമ്പോ എന്തുമായിരിക്കും? 2027 കല്യാണം നടത്തിയാല് 30 ആകുമ്പോ അവനൊരു കുഞ്ഞൊക്കെ ഉണ്ടായി, ഒരു 2 വയസ്സൊക്കെ ആയിരിക്കും. അപ്പം 2032 ആവുമ്പോഴത്തേക്കിന് എന്തുമായിരിക്കും? ആ കുഞ്ഞിന് പിന്നെയും ഇച്ചിടെ 3 വയസ്സ് 4 വയസ്സ് ഒക്കെ ആവും. പ്ലേ സ്കൂളിലൊക്കെ വിടാറായി. ഒരു 34 ആവുമ്പോഴത്തേക്ക് 34 ആവുമ്പം അതിനെ സ്കൂളിൽ വിടാറായി. നീ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നേ? അപ്പൊ ഒരു 36 ആവുമ്പോഴും അവനടുത്തൊരു കുഞ്ഞുണ്ടാവൂടാ. ആ കുഞ്ഞ് ചിലപ്പം പെൺകുഞ്ഞാണെങ്കില് നമുക്ക് ലാളിക്കാവൂടാ. 37 ആവുമ്പോഴും നീ എന്താണ് ഇങ്ങനെ വയസ്സ് ചോദിച്ചോണ്ടിരിക്കുന്നത്? അപ്പൊ എനിക്കൊരു ജീവിതം വേണ്ടേ? നിനക്ക് ജീവിതോ? നീക്ക് 35 വയസ്സായാലും ശരി, 40 വയസ്സായാലും ശരി. 2036 ആയാലും 35 ആയാലും 40 ആയാലും ശരി, നിനക്ക് മെച്യൂരിറ്റി ഇല്ല. ചേട്ടന് കല്യാണം ആലോചിച്ചോണ്ട് വന്നേക്കുന്നു. നല്ല കാര്യമായി പോയി.